ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മൾ സകല മരിച്ചവരെയും ഓർക്കുകയാണ്. അവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കത്തോലിക്ക സഭ നമ്മൾ ഈ ക്രൈസ്തവരെ 3 തലങ്ങളിലായിട്ടാണ് കണക്കാക്കുക. സ്വർഗത്തിലെത്തിയവർ, അവർ വിജയം വരിച്ചവർ, അത് വിജയസഭ. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. അതാണ് സഹന സഭ. അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് സ്വർഗത്തിലെത്തിച്ചേരാമെന്ന്. 3ാമത്തെ കൂട്ടർ നമ്മളാണ് ഭൂമിയിലുള്ളവർ. അതാണ് സമരസഭ. സ്വർഗത്തിലെത്താൻ വേണ്ടി അനുദിനം സമരം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 3 തലങ്ങളിലാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നാണ്. അത് സ്വർഗത്തിലാണെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും. ഇത്തരണത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അവരൊന്നും അകലെയല്ല. അവരെ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുമ്പോൾ അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇനി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ അവശേഷിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ കുറവുകളെ നീക്കിയിട്ട് അവരെ നീ പൂർണ്ണമായിട്ടൊന്ന് ചേർത്ത് പിടിക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുവചനം: പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പുത്രനെ കണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അവന് നിത്യജീവനുണ്ടെന്ന് പറയുക. അപ്പം നമ്മുടെ മരണപ്പെട്ടവരൊക്കെ നിത്യജീവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാ. തീർച്ചയായിട്ടും അവർ സ്വർഗഭാഗ്യം അനുഭവിക്കും. ഒപ്പം ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, ഒരു നാൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിൻ്റെ പേര് കൂടി ഈ ലിസ്റ്റിലുണ്ടാവും. അതിനു മുമ്പ് ഒന്ന് ചിന്തിക്കണം, ഈ സ്വർഗത്തിൽ കയറി പറ്റാവുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത്. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പോരാ, വിശ്വസിക്കുന്ന വ്യക്തി വിശ്വസിക്കുന്നതിൻ്റെ അടയാളം ജീവിതത്തിൽ കാണിക്കണം. അവിടെയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഇന്നും മരിച്ചുപോയവരെ പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടുപോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുകയാണ്. ഈശോയെ, എല്ലാവർക്കും നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിന്നോടൊന്നായി ചേരണമെന്നുള്ള വാശിയോടുകൂടി ജീവിതത്തെ നയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. അതിനു വേണ്ടത് എല്ലാ കൃപാവരങ്ങളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രം